സീറോ മലബാർ സഭയിൽ അസാധാരണ സംഭവ വികാസങ്ങളാണ് നടക്കുന്നത്. മാർപ്പാപ്പയുടെ തീരുമാനം തിരുത്തിയ മേജർ ആർച്ച് ബിഷപ്പിനെയും വികാരി ജനറലിനെയും വിളിച്ചു വരുത്തി വിശദീകരണം തേടിയിരിക്കുകയാണ് സഭാ ട്രൈബ്യൂണൽ. ഇതോടെ കുർബാന തർക്കം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. കുർബാന തർക്ക പരിഹാര സർക്കുലറിന് നിലനിൽപ്പുണ്ടാകില്ല എന്നാണ് ഇതോടെ വ്യക്തമായി വൈദികർക്കെതിരായുള്ള നടപടിയുമായി മുന്നോട്ട് പോകാൻ സ്പെഷ്യൽ ട്രൈബ്യൂണൽ തീരുമാനിച്ചതോടെ സമവായം പാളുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. കുർബാന തർക്ക പരിഹാര സർക്കുലർ ഇറങ്ങിയതിന് തൊട്ടു പിന്നാലെ ഇതിനെതിരെ നടപടിയുമായി സീറോ മലബാർ സഭ സ്പെഷ്യൽ ട്രൈബ്യൂണൽ രംഗത്ത് വരികയായിരുന്നു. വൈദികർക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്നുള്ള സർക്കുലറിൽ ഒപ്പിട്ട് മഷി ഉണങ്ങും മുൻപ് തന്നെ ഇതേ വിഷയത്തിൽ ട്രൈബ്യൂണലിൽ നിന്നും നിയമ നടപടി നേരിട്ട കത്തീഡ്രൽ ബസിലിക്ക വികാരി ഫാദർ വർഗീസ് മണവാളനെ സംരക്ഷിച്ചതിന് മാർപ്പാമ്പ്ലാനിക്കും മേജർ ആർച്ച് ബിഷപ്പിനും ട്രൈബ്യൂണൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഫാദർ വർഗീസ് മണവാളൻ നടത്തിയ വിവാഹം അടക്കമുള്ള കൂദാശകൾക്ക് അംഗീകാരമില്ല എന്ന് ട്രൈബ്യൂണലിൽ ഉത്തരവിൽ പറയുകയാണ്. ഇവ അസാധുവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നും ട്രൈബ്യൂണൽ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാർപ്പാമ്പ്ലാനിയെയും മാർ തട്ടിലിനെയും വിളിച്ചു വരുത്താനാണ് ട്രൈബ്യൂണലിന്റെ നീക്കം. ആർച്ച് ബിഷപ്പ് ജോസഫ് പാമ്പ്ലാനിക്കെതിരെ രൂക്ഷ വിമർശനമാണ് സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഉയർത്തുന്നത് തന്നെ. നിലവിലെ കേസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതിയായ വർഗീസ് മണവാളനുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയതും ധാരണയുണ്ടാക്കിയതും ഗുരുതരമായ വീഴ്ചയാണ് എന്നാണ് ട്രൈബ്യൂണൽ പറയുന്നത്. ശിക്ഷാ നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഫാദർ വർഗീസ് മണവാളനെ പള്ളിമേടയിൽ തുടരാൻ അനുവദിച്ചതും പ്രസ്ബിറ്ററൽ കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്തതും കാരണം കാണിക്കണമെന്നും ട്രൈബ്യൂണൽ മാർപ്പാമ്പ്ലാനിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പള്ളിയുടെ സ്വത്തുവകകൾ മണവാളൻ ദുരുപയോഗം ചെയ്യുന്നത് തടഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും ട്രൈബ്യൂണൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ജൂലൈ 16 മുമ്പായി ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഹാജരാക്കണമെന്നും നേരിട്ട് കോടതിയിലെത്തി വിശദീകരണം ബോധ്യപ്പെടുത്തണമെന്നും ട്രൈബ്യൂണൽ മാർപ്പാമ്പ്ലാനിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മണവാളൻ അസാധുവായി പരികർമ്മം ചെയ്ത കുംഭസാരങ്ങളും വിവാഹം, മാമോദീസ അടക്കമുള്ള മറ്റു കൂദാശകളും സംബന്ധിച്ച വിവരങ്ങൾ സഭയുടെ ഉന്നതാധികാര സമിതിയായ DDFന് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യണമെന്നും ട്രൈബ്യൂണൽ ഉത്തരവിട്ടു. വൈദിക യോഗം നടത്താൻ മാർപ്പാമ്പ്ലാനി പോലീസിന്റെ സഹായം ആവശ്യപ്പെട്ട് 3 സാഹചര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സമാനമായ രീതിയിൽ മണവാളനെ പുറത്താക്കാത്തത് എന്താണ് എന്നും ട്രൈബ്യൂണൽ ചോദിക്കുകയാണ്. മെത്രാപൊലിത്തൻ വികാരിക്ക് നിയമം നടപ്പാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ആ ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പ് ഏറ്റെടുക്കണമെന്നും സ്പെഷ്യൽ ട്രൈബ്യൂണൽ ഉത്തരവിലുണ്ട്. ഇതോടെ പരിഹാരമായെന്ന് കരുതിയ കുർബാന തർക്കം കീറാമുട്ടിയായി തുടരുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. മണവാളനും മണവാട്ടിയും മേജറും മൈനറും കളി കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. പണി പാലും വെള്ളത്തിൽ കിട്ടുമെന്ന് ഉറപ്പിച്ചപ്പോൾ സുഖവാസം ഇനി ഹോസ്പിറ്റലിലാക്കുമെന്നാണ് അരമന രഹസ്യം.